ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി റിവീൽ ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ റിവീലിംഗ് ഗൈസ്. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അങ്ങനെ ഏകദേശം 6 മാസങ്ങൾക്ക് ശേഷം നമ്മുടെ വണ്ടി നമ്മൾ ഇന്ന് ഇറക്കാനായിട്ട് പോവാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മലപ്പുറം വേങ്ങരക്കടുത്തുള്ള DC മോട്ടോഴ്സ് എന്ന് പറയുന്ന ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ ഹബിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബൈക്കിൻ്റെ റിവ്യൂവും അതിനോടൊപ്പം തന്നെ നമ്മുടെ 50K സെലിബ്രേഷനും കൂടിയാണ് നിങ്ങളിന്ന് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഇനി കൂടുതൽ സമയം കളയുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. ഗൈസ്, അപ്പോൾ ഞാൻ നമ്മുടെ വണ്ടി റിവീൽ ചെയ്യാനായിട്ട് ജാക്കറ്റും കാര്യങ്ങളും റൈഡിംഗ് ഗേഴ്സൊക്കെ ഇട്ടിട്ട് സെറ്റായി നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്, ഇത്രയും ലേറ്റ് ആയത്, ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും ലേറ്റ് ആയതിന്. കാരണം ഒരുപാട് ആളുകൾ നമ്മൾ ഡെയിലി വീഡിയോസ് ഇടുമ്പോൾ അതിൽ ഒരുപാട് ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ബ്രോ നമ്മുടെ വണ്ടി എവിടെ, വണ്ടി എന്താണ് ഇറങ്ങുന്നത്, അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ വർക്ക് എന്തായി, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരോടും ഈ നിമിഷത്തിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. കാരണം ഒന്നുമല്ല, കുറച്ച് റീസൺസ് ഉണ്ടായിരുന്നു നമ്മുടെ വണ്ടി ഇത്രയും ലേറ്റ് ആവാനായിട്ട്. കുറച്ച് റീസൺസ് ഉണ്ടായിരുന്നു. 2-3 കാര്യങ്ങളാണ് ഞാൻ പ്രധാനമായിട്ട് നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാരണം, നമ്മുടെ വണ്ടിയുടെ ഒറിജിനൽ സ്പെയർ പാർട്സുകൾ കിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് നമ്മുടെ വണ്ടി റീസ്റ്റോറേഷന് വർക്ക് കയറ്റിയിട്ട് ഏകദേശം ഒരു 6 മാസത്തോളമായി നമ്മൾ റീസ്റ്റോറേഷന് കയറ്റിയിട്ട്. അപ്പോൾ ഒറിജിനൽ പാർട്സുകൾ കിട്ടാനുള്ള ഒരു ടൈം ഉണ്ടായിരുന്നു. ഒറിജിനൽ പാർട്സുകൾ കിട്ടാനുണ്ട്, പക്ഷേ നമ്മുടെ റേറ്റും, നമ്മൾ ഉദ്ദേശിച്ച ആ റേറ്റും അതുപോലെ തന്നെ ആ പാർട്സുകളുടെ റേറ്റും ഡബിൾ അല്ല, ട്രിപ്പിൾ മടങ്ങ് അവർ ചോദിക്കുന്നുണ്ട്. ഒന്നാമത് വിൻറ്റേജ് ലെജൻഡറി ഐക്കോണിക് മോഡൽസ് ആണ് RXൻ്റെ എല്ലാ സീരീസും. അപ്പോൾ അതിൻ്റെ സ്പെയർ പാർട്സുകൾ ഒറിജിനൽ കിട്ടാനുള്ള ഒരു കാലതാമസം വന്നു. അതുകൊണ്ട് നമുക്ക് ഇത്രയും കുറച്ച് കാലം നീട്ടി വെക്കേണ്ടി വന്നു. എന്നാലും ഒറിജിനൽ പാർട്സുകൾ കിട്ടി, ചിലതൊക്കെ ഒറിജിനൽ കിട്ടി, ചിലതൊക്കെ ആഫ്റ്റർ മാർക്കറ്റ് നമ്മൾ കയറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റീസ്റ്റോറേഷന് മുന്നേ, നമ്മുടെ വണ്ടിയുടെ റീസ്റ്റോറേഷന് മുന്നേ കുറച്ച് പാർട്സുകൾ ഒറിജിനൽ ഉണ്ടായിരുന്നു വണ്ടിയിൽ. അതൊക്കെ ക്ലീൻ ചെയ്ത് നിക്ലീനിങ് ചെയ്ത് കംപ്ലീറ്റ് നമ്മുടെ വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട്. പിന്നെ സംഭവിച്ചൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വണ്ടി വർക്കിന് കയറ്റി ഏകദേശം ഒരു 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വണ്ടി അയക്കുന്നത്. അതായത് കംപ്ലീറ്റ് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എഞ്ചിനും ചേസും കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുന്നത്, വാഷിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ, നമ്മൾ വാഷിങ് ചെയ്ത ടൈമിൽ നമ്മുടെ വണ്ടിയിലേക്ക് എഞ്ചിൻ്റെ ഉള്ളിലേക്ക് ചെറിയ രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കാരണം കൊണ്ട് നമുക്ക് എഞ്ചിന് കംപ്ലീറ്റ് റീസ്റ്റോർ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് കുറച്ച് ടൈം ലാഗായിട്ട് വന്നു. അപ്പോൾ എഞ്ചിന് കംപ്ലീറ്റ് റീസ്റ്റോർ ചെയ്യുന്ന ടൈമിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് എഞ്ചിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ കംപ്ലീറ്റ് പോർട്ടിങ്ങും കൂടെ ചെയ്തു. ആ ഒരു ടൈം നമുക്കൊരു പോർട്ടിങ്ങിൻ്റെ ഒരു സാഹചര്യം വന്നപ്പോൾ നമ്മൾ കംപ്ലീറ്റ് അങ്ങ് പോർട്ട് ചെയ്തു. അതായത് എഞ്ചിൻ്റെ ഹെഡും സിലിണ്ടറും കംപ്ലീറ്റ് നമ്മൾ പോർട്ട് ചെയ്ത് പവർഫുൾ ആക്കി വെച്ചിട്ടിരിക്കുകയാണ്. പിന്നെ സംഭവിച്ച റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഏകദേശം ഒരു 1.5 ആഴ്ച മുന്നേ എൻ്റെ കയ്യിൽ ബൈക്ക് കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ഏകദേശം 48,200 ആ റേഞ്ചിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏകദേശം ഒരു ആഴ്ച അല്ലെങ്കിൽ ഒരു 1.5 ആഴ്ച നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 50-ന്റെ മുകളിൽ കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരാഴ്ച കൂടെ നീട്ടി വെച്ചു. അങ്ങനെ ഫൈനലി ഇന്ന് നമ്മുടെ 51,000 സബ്സ്ക്രൈബേഴ്സിൽ എത്താനായിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവരോടും ഈ ഒരു മുഹൂർത്തത്തിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. കാരണം ഈ ഒരു ചാനൽ എന്ന് പറയുന്നത് നിങ്ങളുടെ ചാനലാണ്. ഞാൻ അതിലൊരു കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇത്രയും ഒരു ലെവലിൽ എത്താനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ ഏത് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാലും നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ കണ്ടിട്ട് അത് ഫുള്ളായിട്ട് ഇരുന്ന് കാണാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് നമുക്കിവിടെ കാണാൻ പറ്റും, നമ്മളിവിടെ ചെക്ക് ചെയ്ത് കാണാനേ പറ്റും. നമ്മുടെ ഓരോ വീഡിയോസിനും ആവറേജ് ഡ്യൂറേഷൻ എത്ര വരുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് YT സ്റ്റുഡിയോയിൽ നോക്കി കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ അതിലും നിങ്ങൾ ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമ്മൾ എന്ത് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാലും നിങ്ങളത് കാണാറുണ്ട്. അപ്പോൾ എല്ലാവരോടും ഒരു ബിഗ് താങ്ക്സ് പറയുകയാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ. എന്തായാലും ഫൈനലി ഇന്ന് നമ്മൾ നമ്മുടെ വണ്ടി റിവീലും ചെയ്യാനായി
ഗൈസ്, അപ്പോൾ ഫൈനലി നമ്മുടെ വണ്ടി നമ്മൾ റിവീൽ ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ വണ്ടിയുടെ സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ചെക്ക് ദ സൗണ്ട്. ഇനി നമുക്ക് നമ്മുടെ 50K സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു കേക്ക് മുറിക്കൽ ചടങ്ങ് കൂടെ ഉണ്ട്. അതും കൂടെ നടത്തി നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് വരാം. ഓക്കെ, നമുക്ക് പിടിക്കാമല്ലേ? വെരി കൂടി. ഗൈസ്, ഫൈനലി അങ്ങനെ നമ്മുടെ വണ്ടി റിവീലിംഗ് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ 50K സെലിബ്രേഷനും നടത്തി നമ്മൾ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് വണ്ടീനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഏകദേശം 6 മാസം, ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഏകദേശം 6 മാസത്തോളമായി നമ്മുടെ വണ്ടി റീസ്റ്റോറേഷൻ വർക്കിന് കയറ്റിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു വണ്ടി ഇറക്കാൻ വേണ്ടിയിട്ട്. കാരണം അധിക പാർട്സും നിക്ലിംഗ് പാർട്സ് ആയതുകൊണ്ട് തന്നെ നമുക്കത് ഒറിജിനൽ കിട്ടാതാവുമ്പോൾ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റിലേക്ക് അല്ലെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് പ്രൊഡക്ട്സിലേക്ക് നീങ്ങേണ്ടി വരും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒറിജിനൽ പാർട്സുകൾ നമ്മൾ വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ റീസ്റ്റോറേഷൻ ചെയ്യുന്നതിന് മുന്നേ ഉള്ള കുറച്ച് പാർട്സുകൾ ഉണ്ടായിരുന്നു, നല്ല പാർട്സ്, ഒറിജിനൽ പാർട്സുകൾ. അപ്പോൾ അതൊക്കെ അതിൻ്റെ തുരുമ്പുള്ള ഭാഗങ്ങളൊക്കെ നിക്ലീൻ ചെയ്ത് പക്ക ഫിനിഷിങ്ങോട് കൂടിയിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു കളർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നമ്മൾ അധികം ഈ ഒരു കളർ കേരളത്തിൽ അധികം കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നാലും അടിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട്. കാരണം നമ്മളെ ഡൊമിനർ ഫോർവേഡിൻ്റെ സെയിം കളർ തന്നെയാണ്, ആ ഒരു കോമ്പി തന്നെയാണ് നമ്മൾ ഈ ഒരു ബൈക്കിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ബഡ്ജറ്റ്, ഞാൻ എങ്ങനെയാണ്, എത്ര ബഡ്ജറ്റിലാണ് ഈ ഒരു വാഹനം ഇറക്കിയത്, അതുപോലെ തന്നെ സ്പെയർ പാർട്സുകൾ എവിടെ നിന്നാണ് എനിക്ക് ഒറിജിനൽ പാർട്സുകൾ കിട്ടിയത്, ആഫ്റ്റർ മാർക്കറ്റ് എവിടെ നിന്ന് കിട്ടി, അതുപോലെ തന്നെ ഇതിൽ ചെയ്തിട്ടുള്ള മോഡിഫിക്കേഷൻസ് എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടുള്ള മോഡിഫിക്കേഷൻസ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ കംഫർട്ടോട് കൂടിയിട്ട് റൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ വണ്ടി സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഏകദേശം ഒരു ബഡ്ജറ്റ് നിങ്ങളോട് സൂചിപ്പിക്കുകയാണെങ്കിൽ ഒരു എബോവ് 30 ആണ് നമ്മുടെ ബഡ്ജറ്റ് ഈ ഒരു വാഹനത്തിന് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ, വർക്ക് ഫുൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ ബഡ്ജറ്റ് എത്രയായി, സ്പെയർ പാർട്സുകൾ എവിടെ നിന്ന് കിട്ടി, അതുപോലെ തന്നെ ദുബായ് ബന്ധപ്പെട്ടുള്ള എല്ലാ കംപ്ലീറ്റ് ഡീറ്റെയിൽസും നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡിൽ ഇതിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നും കൂടെ പറയാം, നമ്മുടെ 50K സെലിബ്രേഷൻ നടത്തിയത് ഒരു ചെറിയൊരു പ്രോഗ്രാമായിട്ടാണ്. അതുപോലെ തന്നെ 50K എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങളും കഷ്ടപ്പെട്ടിട്ടുണ്ടാവും നമ്മളെ വീഡിയോ കണ്ട് സഹകരിച്ചതിന്. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടെ നന്ദി അറിയിക്കുകയാണ്. ഞാൻ വളരെ ഹാപ്പിയാണ്, വളരെ എക്സൈറ്റഡ് ആണ്. നിങ്ങളെല്ലാവരും എക്സൈറ്റഡ് ആണ്. നമ്മുടെ ഈ വണ്ടി കാണുന്നതിന് മുന്നേ എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ട് വണ്ടിയുടെ കളർ, എങ്ങനെയുണ്ട് അതുപോലെ തന്നെ വണ്ടിയുടെ മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, വണ്ടി ടോട്ടൽ ലുക്ക് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല വീഡിയോസുമായി അടുത്ത എപ്പിസോഡ് കാണാം. അതുവരെ ബൈ.